ഹലോ ഫ്രണ്ട്സ്, മോൾക്ക് കൊടുക്കുന്ന ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. മോൾക്കിപ്പം 11 മന്ത്സ് ആയിട്ടുണ്ട്. 10 മന്ത്സ് കഴിഞ്ഞതിന് ശേഷമാണ് നോൺ വെജ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എഗ്ഗ് കൊടുക്കുമ്പോൾ ആളിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ചിക്കൻ കൊടുക്കുമ്പോൾ പ്രശ്നമില്ല. അപ്പം എൻ്റെ റെസിപ്പി ഇതാണ്. ചിക്കൻ ഞാൻ ബോണുള്ള പീസാണ് എടുത്തേക്കുന്നത്. ബോണും കുറച്ച് മീറ്റും കൂടെ ചേർത്ത് കൊച്ചുള്ളി, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ബേ ലീഫ്. ഈ ബേ ലീഫ് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യും. 2 സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്. കുക്കർ ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിൽ ബേ ലീഫ് ആഡ് ചെയ്യുക. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇതൊന്ന് സോട്ടായി വന്നതിന് ശേഷം അതിൽ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുക. പേസ്റ്റിലെ വെള്ളം എല്ലാം പോയി കഴിയുമ്പോൾ ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം അതിൽ പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ, ഒരു നുള്ള് ചില്ലി പൗഡർ ആഡ് ചെയ്യുക. സോൾട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുകയോ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യാം. ഞാൻ എന്തായാലും ആഡ് ചെയ്താണ് കുട്ടിക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുക. 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിടുക. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കർ തുറന്ന് ഒരു ലാഡിൽ കൊണ്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ബോണും അതിനകത്ത് മീറ്റും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കുക. കുക്കായില്ലാന്ന് തോന്നിയാൽ വീണ്ടും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റും കൂടെ ഒന്നുകൂടി കുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ക്ലിയർ ആയിട്ടുള്ള പാർട്ട് മാത്രം കുട്ടിക്ക് എടുക്കുക. പിന്നെ നല്ലപോലെ നോക്കിയതിന് ശേഷം അതിനകത്ത് മീറ്റ് പാർട്ടും കൂടി എടുക്കാം. പക്ഷേ ബോണൊന്നും ഒട്ടും വരരുത്. ഞാൻ മോക്ക് എടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഷ്രെഡായി കിടക്കുന്ന മീറ്റും കൂടി കുറച്ചെടുക്കും. എന്നിട്ട് ബ്ലെൻഡറിലിട്ട് ആ മീറ്റ് ബോണൊട്ടും വരാതെ മീറ്റ് മാത്രം നല്ലപോലെ പേസ്റ്റ് പോലെ അടിച്ചിട്ട് അതും കൂടി ഈ സൂപ്പിൻ്റെ ക്ലിയറിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഉപ്പ് ആഡ് ചെയ്യുന്നതും സ്കിപ്പ് ചെയ്യുന്നതും ഓരോ പേരൻസിൻ്റെയും പേഴ്സണൽ ചോയ്സാണ്. പീഡിയാട്രീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്നത് അപ് ടു 12 മന്ത്സ് നോ സോൾട്ടാണ്. ഞാൻ സോൾട്ട് ഇല്ലാതെ കൊടുത്തിട്ട് കുട്ടി കഴിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു പൊടി ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് കുട്ടി നല്ല ഇഷ്ടത്തിൽ കഴിക്കുന്നുണ്ട്. ഇതിൽ സ്പൈസിൻ്റെ ലെവൽ ഓരോ പേരൻസിന് ഓരോരോ കുട്ടിയുടെ രീതി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ മോൾക്ക് ഞാൻ പെപ്പർ പൗഡർ യൂസ് ചെയ്യും, ഒരു പൊടി ചില്ലി പൗഡർ യൂസ് ചെയ്യും. പുള്ളിക്കാരിക്ക് അത് രണ്ടും ഇഷ്ടമാണ്. ആളിനൊരു ഇച്ചിരി ഹോട്ടായിട്ട് കഴിക്കുന്നത് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നത്. നോൺ വെജ് ആയാലും പുതിയ ഏത് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും കുട്ടിക്ക് എന്തെങ്കിലും അലർജി, സ്കിൻ അലർജി ആവട്ടെ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വരുന്ന അലർജി ആവട്ടെ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി കൺഫേം ചെയ്തതിന് മാത്രം അത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യുക. ചിക്കന് കുട്ടിക്ക് അലർജി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.